സ്കൂളിനോട് ചേർന്ന് 1 ഏക്കറോളം സ്ഥലം വെറുതെ കിടക്കുന്നു. അങ്ങനെയാണ് കുട്ടികളുടെ പങ്കാളിത്തത്തോടെ കരനെൽ കൃഷിയൊരുക്കാൻ മലപ്പുറം വെളിയങ്കോട് ഹൈസ്കൂൾ അധികൃതർ തീരുമാനിച്ചത്. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി അംഗമായ മുഹമ്മദ് അലിയാണ് ആശയം കൊണ്ടുവന്നത്. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു പ്രദേശം. അപ്പോൾ ഈ കരനെൽ കൃഷി മൊത്തത്തിലൊരു പരാജയമുള്ളൊരു സ്ഥിതി തന്നെയാണ്, അതിൽ യാതൊരു സംശയ കാര്യത്തിലില്ല. പക്ഷേ കുട്ടികൾക്ക് കൃഷിനെ പറ്റി മനസ്സിലാക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളിതിന് പുറപ്പെട്ടത്. വളരെയധികം നല്ലൊരു ആഘോഷമായിട്ടായിരുന്നു എല്ലാ പത്രങ്ങളും മീഡിയകളൊക്കെ ഇതിനു വേണ്ടി തയ്യാറായത്. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നെല്ലെന്താണെന്നോ ഞാറെന്താണെന്നോ പഠിപ്പിക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വിജയം. അതിൽ ഞാനും PTA പ്രസിഡൻറ്റും THM-ഉം എല്ലാവരും തുല്യ പങ്ക് വഹിച്ചവരാണ്. ഇവിടുത്തെ മാതൃഭൂമിയുടെ ലേഖകൻ ഫാറൂഖിനടക്കം അതിൽ പങ്കുണ്ട്. കാരണം എന്തെങ്കിലും കൃഷി മേഖലയിലുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പ്രോത്സാഹനം അവൻ്റെ ഭാഗത്തുനിന്നുണ്ട്. വെളിയങ്കോട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ കൃഷി ഓഫീസർ കരനെൽ കൃഷിക്ക് തവണ ഫണ്ട് അനുവദിക്കുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സബ്സിഡി നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ വെൽഫെയർ കമ്മിറ്റി, PTA കമ്മിറ്റി, SMC കമ്മിറ്റിയിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ എന്തായാലും നമുക്ക് സ്ഥലമുള്ളത് കൊണ്ട് അത് തുടങ്ങാമെന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനത്തിലായി. കുട്ടികളെല്ലാം ആവേശത്തോടെ തയ്യാറായി. എല്ലാവരും നെൽകൃഷിക്കായി പറമ്പിലേക്കിറങ്ങി. വിത്തു വിതറി. പുതിയ അനുഭവം, ഒപ്പം കൗതുകം. ഞങ്ങൾക്കിത് ചെയ്യുന്നതോടനുബന്ധിച്ച് ഞങ്ങൾ ഇതിനെ സഹായിക്കാൻ വേണ്ടി പലതും ചെയ്തിരുന്നു. സ്കൂൾ വിട്ടതിന് ശേഷം 4 മണി തൊട്ട് 5 മണി വരെയും രാവിലെ 9 മണി തൊട്ട് 9:30 വരെയും ഈ കൃഷിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചിരുന്നു. എനിക്ക് ധാരാളം സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് സഹായിക്കും. കുട്ടികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളുമുണ്ട്. കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഈ കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വെളിയങ്കോട് കൃഷിഭവൻ ഇങ്ങനൊരു നിർദ്ദേശം വയ്ക്കുകയും അത് കൃഷിയുമായി ഏറ്റവും താല്പര്യമുള്ള ഞങ്ങളുടെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അയിരൂർ മുഹമ്മദ് അലി അതിന് കൂടുതൽ രംഗത്തിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഒരു ഹൈസ്കൂളാണ് വെളിയങ്കോട് ഹൈസ്കൂൾ. അതിൻ്റെ ഒരു പ്രദേശം തന്നെ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ നെൽകൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, ഒപ്പം തന്നെ മരച്ചീനി പോലുള്ള പച്ചക്കറി പോലുള്ള കൃഷിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് കൃഷി എങ്ങനെ നടത്തണം, എങ്ങനെ വിത്തെറിയണം എന്നുള്ള രീതി അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ വിദ്യയോടൊപ്പം കൃഷി കൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കാത്തിരിപ്പാണ്. 100 ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഓരോ ദിവസവും വിത്തുമുളച്ചോ എന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ സ്കൂളിലെത്തുക. മാതൃഭൂമി ന്യൂസ്, തിരൂർ.